माधव जय कुंज बिहारी जय राधा माधव जय कुंज बिहारी जय गोपीजन वल्लभ जय गिरिवरधारी जय गिरिवरधारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारि यमुनतीरावनचारि जय राधमाधव जय कुंज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये नष्टप्रायेषु अभद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति नैष्ठुकी मूकं करोति वाचालं पङ्कुं लङ्केते गिरिं यत्कृपा गोपकुमाराय वृन्दाय नमो नमः नमो पङ्कजनाभाय नमो पङ्कजमालिने नमो पङ्कजाय नमस्ते पङ्कजाङ्ग्रे ॐ नमो नमस्ते सप्तकाञ्चन गौराङ्गी श्रीराधे वृन्दावनेश्वरी
वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरूपस्य कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. അനന്തകോടി വൈഷ്ണവ ചില ഇവിടെ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ഡിസ്റ്റർബൻസ് വരും. വീണ്ടും ഫോൺ ചെയ്യാം ഞാൻ. എല്ലാവരും ഹൃദയം ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. അപ്പോ ഇന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒന്നാം സ്കന്ധത്തിലെ 7-ാം അധ്യായത്തിലെ 28, 29 ശ്ലോകങ്ങളാണ്. 28ാമത്തെ ശ്ലോകം നമുക്ക് വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു, ദണ്ഡ പ്രണാം. ഹരേ കൃഷ്ണ. പ്രണാമം. തുടരുകയാണ്. 28ാമത്തെ ശ്ലോകം നമുക്ക് വയ്ക്കാം. നഹിഷ്യാനതമം കിഞ്ചിദസ്തം പ്രത്യവകർഷണം ലക്ഷ്യസ്ത്രേ തേജ ഉന്നതമസ്ത്രജ്ഞേജസ. പദങ്ങളുടെ അർത്ഥം: ന ഇല്ല, ഹി നിശ്ചയമായും, അസ്യ ഇതിനെ സംബന്ധിച്ച്, അന്യതമം മറ്റുള്ള, കിഞ്ചിത് ഏതെങ്കിലും, അസ്ത്രം ആയുധം, പ്രതി വിരുദ്ധമായി, അവകർഷണം പ്രവർത്തിക്കുന്ന ജഹി അതിനെ അധീനതയിലാക്കുക, അസ്ത്ര തേജ ഈ അസ്ത്ര തേജസ്സിനെ, ഉന്നതം അതിശക്തമത്തായ, അസ്ത്രജ്ഞ ആയോധന ശാസ്ത്രത്തിൽ വിദഗ്ധനായ, ഹി പരമാർത്ഥത്തിൽ, അസ്ത്ര തേജസ്വ നിന്റെ അസ്ത്രപ്രഭാവത്താൽ. 25 അല്ലയോ അർജുന, ഈ അസ്ത്രത്തെ നിർവീര്യമാക്കാൻ മറ്റൊരു ബ്രഹ്മാസ്ത്രത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അസ്ത്രശാസ്ത്രത്തിൽ നിപുണനായ നീ ഈ അസ്ത്രത്തിന്റെ തേജസ്സിനെ നിന്റെ സ്വന്തം അസ്ത്രത്തിന്റെ ശക്തിയാൽ ശമിപ്പിക്കൂ. ഹരേ കൃഷ്ണ. ഭാവാത്തിന്റെ ശിലപ്രഭാതി. അണ്വായുധത്തിന്റെ പ്രഭാവത്തെ നിർവീര്യമാക്കാൻ പ്രത്യായുധമില്ല. എന്നാൽ സൂക്ഷ്മമായ ശാസ്ത്രത്താൽ ബ്രഹ്മാസ്ത്രത്തിന്റെ പ്രവർത്തനങ്ങളെ നിർവീര്യമാക്കാൻ അസാധ്യമാണ്. അക്കാലത്ത് ആയോധന കലയിൽ നിപുണമായവർ ബ്രഹ്മാസ്ത്രത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളവരായിരുന്നു. അസ്ത്രത്തെ നിർവീര്യമാക്കുന്ന വിദ്യ ദ്രോണപുത്രന് അറിയില്ലായിരുന്നു. ആകയാൽ സ്വന്തം അസ്ത്രത്തിന്റെ ശക്തിയിൽ അതിനെ പ്രതിരോധിക്കാനായി അർജുനൻ നിർദ്ദേശിക്കപ്പെട്ടു. ഹരേ കൃഷ്ണ. എല്ലാ ഭഗവത് ഭക്തരുടെയും പാതാരബന്ധങ്ങൾ പ്രണമിച്ചുകൊണ്ട് ഈ 2 ശ്ലോകത്തിന്റെയും അർത്ഥം നമുക്ക് നോക്കാം, അല്ലേ? നമുക്ക് 2 ശ്ലോകവും ഒരുമിച്ച് എടുത്തിട്ട് തുടരാം. തുടുവാച ശ്രുത്വാ ഭഗവതാ പ്രോക്തം ഫൽഗുണാ പരവിമഹം ദൃഷ്ടം പരിക്രമ്യ ബ്രാഹ്മം ബ്രഹ്മാസ്ത്രസന്തതേം. ശിലപ്രഭാതിജയൻ സൂതഗോസ്വാമി അരുളി ചെയ്തു. പരമദിവ്യ പുരുഷനിൽ നിന്ന് ഇപ്രകാരം സേവിച്ച അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത ശേഷം ശുദ്ധീകരണാർത്ഥം ജലത്തെ സ്പർശിച്ച് നേരത്തെയുള്ള ബ്രഹ്മാസ്ത്രത്തെ പ്രതിരോധിക്കാനായി തന്റെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ഇവിടെ ശ്രീമദ് ഭാഗവതം പറയുന്നത് ഇത് ശ്രീ സൂതഗോസ്വാമി നൈമിഷാരണത്തിൽ മറ്റുള്ള ഋഷികളോട് പറയുന്നതാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അപ്പം ശ്രീമദ് ഭാഗവതം 4-5 പ്രാവശ്യമാണ് പ്രതിപാദിക്കപ്പെട്ട്. ആദ്യമായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ സുഖദേവ ഗോസ്വാമി ആദ്യമായിട്ട് ശ്രീ രാധാറാണിയിൽ നിന്നും ശ്രവിക്കുന്നു തത്തയുടെ രൂപത്തില്. അതിനുശേഷം ആ തത്ത നമ്മളുടെ ഭാഗവതം രചിച്ചിരിക്കുന്ന നമ്മുടെ വ്യാസമഹർഷിയുടെ വായിൽ കൂടെ അദ്ദേഹത്തിന്റെ അകത്ത് പോവുകയും
അങ്ങനെ അദ്ദേഹം ഗർഭം ധരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പത്നി ഗർഭം ധരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പത്നിയോട് മാധവരം ചൊല്ലിക്കൊടുക്കുന്നു. അങ്ങനെ സൂര്യഗോസ്വാമി ഗർഭത്തിലിരുന്ന് ശ്രമിച്ചു. അതിനുശേഷം സൂര്യഗോസ്വാമി സ്വയം നമ്മുടെ പരിഷത്ത് മഹാരാജാവിന് ഗന്നാധിപത്യത്തെ വെച്ച് പറഞ്ഞു കൊടുത്തു. നാലാമത്താണ് സൂതഗോസ്വാമി 21 മഹർഷികൾക്ക് അത് വിവരിച്ചു കൊടുക്കുന്നതാണ്. ഇവിടെ ഭഗവാനെ പറ്റി പറയുന്നുണ്ട്. 1:7:23 നമ്മൾ പഠിച്ചാണ് ഭഗവാന് ത്രിവിധ ശക്തികളുണ്ട്. ആ ത്രിവിധ ശക്തികളാണ് ഭഗവാൻ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ ഭഗവാൻ സൂര്യപ്രകാശമാണ്, അല്ലെങ്കിൽ സൂര്യനാണ്. അതായത് അജ്ഞത ആണ് അന്ധകാരമാണ് ഭൗതികത എന്ന് പറയുന്നത്. അന്ധകാരത്തെ എങ്ങനെയാണ് നമ്മൾ മാറ്റുന്നത്? സൂര്യപ്രകാശത്തിനെ മാറ്റുന്നത്, സൂര്യപ്രകാശത്താൽ പ്രപഞ്ചത്തിലെ അന്ധകാരത്തെ മാറ്റുന്നത് പോലെയാണ് 10-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, തേഷാം ഏവാനുകമ്പാർത്ഥം അഹമജ്ഞാനജം തമഃ നാശയാമ്യാത്മഭാവസ്തു ജ്ഞാനദീപേന ഭാസുതം. അതായത് ഭഗവാനെ സ്മരിക്കുമ്പോൾ, അല്ലെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരമാത്മരൂപത്തിൽ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ അജ്ഞതയാകുന്ന അന്ധകാരത്തെ ദൂരീകരിക്കുന്നുണ്ട്. അപ്പൊ ഭഗവാനാണെങ്കിൽ പൂർണ്ണനാണ്. ഭഗവാൻ എല്ലാത്തിൻ്റെയും പ്രപിതാമഹനാണ്, അല്ലേ? ആ ഭഗവാനെ പറ്റി ബ്രഹ്മാവ് പറയുന്നുണ്ടല്ലേ, നമ്മുടെ ബ്രഹ്മസംഹിതയിലെ ഈശ്വരാ പരമാ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ ആദിരാജ ഗോവിന്ദ സർവകാരണകാരണം. അപ്പൊ ഭഗവാനാണ് എല്ലാ കാരണത്തിനും കാരണമായ നമ്മുടെ എല്ലാ പ്രപഞ്ച സൃഷ്ടിക്കും അതുപോലെ പ്രപഞ്ചത്തിന്റെ പ്രവർത്തനത്തിനും എല്ലാം കാരണമായിട്ടുള്ള ഭഗവാനാണെന്നാണ് അതിൽ പറയുന്നത്. കൂടാതെ ഭഗവാൻ സ്വയം പറയുന്നുണ്ട് 10-ാം അധ്യായത്തില് 8-ാമത്തെ ശ്ലോകത്തിൽ, അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തകേ ഭജന്തേ മാം ബുധാഭാവസമന്വിത. അതായത് എന്നാൽ ആണ് എല്ലാം പ്രകടമായിരിക്കുന്നത് എന്ന് ഭഗവാൻ അതിനകത്ത് പറയുന്നത്. ഇതറിയുന്നവന് എന്നിലേക്കുള്ള വഴി സ്വയം തിരഞ്ഞെടുക്കുമെന്നാണ്. അപ്പൊ ഭൗതിക പ്രപഞ്ചത്തില് ഭഗവാന്റെ ബഹിരംഗ ശക്തിയാലാണ് സർവ്വവ്യാപിയായി സ്ഥിതി കൊള്ളുന്നത്. ആ ബഹിരംഗ ശക്തി കൊണ്ടാണ് ഭഗവാൻ എല്ലാ പ്രപഞ്ചത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ ബ്രഹ്മാണ്ടത്തിന്റെ എല്ലാ ഗ്രഹങ്ങളെയും താങ്ങി നിർത്തുന്നതും അദ്ദേഹത്തിന്റെ ബഹിരംഗ ശക്തിയാലാണ്. അതെങ്ങനെയാണ് അതിന്റെ ബ്രഹ്മാണ്ടത്തിൽ അദ്ദേഹം എങ്ങനെ പ്രവർത്തിക്കുന്നു വെച്ചാൽ, പുരുഷാവതാരത്തിലെ ഗർഭോദശിക വിഷ്ണുവും ക്ഷീരോദശികായ വിഷ്ണുവായിട്ടാണ് അദ്ദേഹം ബ്രഹ്മാണ്ടത്തില് പ്രവർത്തിക്കുന്നത്. കൂടാതെ 24-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ പൂർണ്ണനാണ്. ആ പൂർണ്ണം എന്നുള്ള പറയുന്നത് ഈശോപനിഷത്തില് പറയുന്നുണ്ട്, ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണമദ ഉച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവാവശിഷ്യതേ. അതായത് ഞാൻ പൂർണ്ണമാണ്, എന്നിൽ നിന്ന് വിസ്തരിക്കുന്നതെല്ലാം പൂർണ്ണങ്ങളുമാണ്. ഇപ്പൊ ഒരു മെഴുകുതിരി എടുത്ത് കത്തിച്ചു കഴിഞ്ഞാൽ 1000 തവണ അല്ലെങ്കിൽ കോടിക്കണക്കിന് തവണ ആ മെഴുകുതിരിയെ കത്തിച്ചാലും ആ പൂർണ്ണത്തിനോട് തുല്യമാണ്, ആ പൂർണ്ണമായിട്ടുള്ള മെഴുകുതിരിയോട് തുല്യമാണ്. എന്നാൽ പൂർണ്ണമായിട്ടുള്ള മെഴുകുതിരിക്ക് ഒരു ശോചവും സംഭവിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഭഗവാൻ തന്റെ ത്രിവിധ ശക്തിയാലാണ് പ്രപഞ്ചത്തെ വ്യാപിച്ചു കിടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അവയിലോട് ഭഗവാൻ ചേർന്നിട്ടുമില്ല. അപ്പൊ ഭൗതിക പ്രവർത്തനങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ. ഇപ്പൊ നമ്മള് ഭാഗവത്തിൽ ഒരു ശ്ലോകം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിത്യോ നിത്യാനാം ചേതനശ്ചേതനാനാം. അതായത് ഭഗവാന്റെ ചേതന എന്ന് പറയുന്നത് എപ്പോഴും നിത്യമാണ്. ആ ചേതന കൊണ്ടാണ് മറ്റുള്ളതെല്ലാം പ്രവർത്തിക്കുന്നത്. ഇപ്പൊ 1:7:24 ഭഗവാൻ പറയുന്നുണ്ട്, ഭൗതികയ്ക്ക് അതീതനാണെങ്കിലും ബദ്ധാത്മാക്കളുടെ നന്മയ്ക്കായി അവരുടെ ശുദ്ധീകരണ പ്രക്രിയ അഥവാ ഭക്തിയുത സേവനത്തിന്റെ തോതനുസരിച്ച് ഞാൻ 4 തരം മോശം അവർക്ക് പ്രദാനം ചെയ്യുന്നു. അപ്പൊ ഭഗവാന്റെ കരുണ കൊണ്ടാണ് ഈ ബദ്ധാത്മാക്കളെ എങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാമെന്നുള്ള രീതിയിലാണ് ഭഗവാൻ 4 മോശ പ്രക്രിയയും കൊടുക്കുന്നത്.
ഭൗതിക പ്രകൃതിയുടെ ശുദ്ധമായ കർമ്മ, അതായത് ഭൗതിക പ്രകൃതിയുടെ ഗൂഢമായ ചക്രത്താലാണ് വശീകരിക്കപ്പെടുന്നത് ബദ്ധാത്മ, അല്ലേ? ആ കർമ്മചക്രത്തിൽ വശീകരിക്കപ്പെട്ടതിനാൽ എന്താ ഉണ്ടാവുന്നത്? അവരെ അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അവതാരം എടുക്കുന്നത്, അല്ലെ? ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും തന്റെ ഭക്തരെ തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് അത് എടുക്കുന്നത്. പക്ഷെ ബദ്ധാത്മകൾ എന്താ ചെയ്യുന്നത്? ഇതൊന്നും അറിയാതെ ഭഗവാനെ വിസ്മരിച്ചുകൊണ്ട് ആ ഭൗതിക പ്രകൃതിയുടെ ആസ്വാദനത്തിന് വേണ്ടി, അതായത് ഞാനാണ് ഇതിന്റെ എല്ലാം നാഥൻ എന്ന് പറഞ്ഞ് അതിനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവിധ സനാതന ധർമ്മങ്ങളെയും മറക്കുന്നു ഭഗവാൻ. അതുപോലെ തന്നെ ഭഗവാന്റെ സ്മരണയും അവർ മറക്കുന്നു. അപ്പൊ ഭഗവാന്റെ സ്മരണ മറന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മായ കയറിയിരിക്കും, അല്ലേ? അപ്പൊ നമ്മളൊരു ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള വായു പുറത്തു പോകും. തിരിച്ച് നമ്മൾ വെള്ളം താഴെ കളഞ്ഞാലോ അതിനകത്ത് വായു വീണ്ടും കയറും. കാരണം നമ്മുടെ ജീവിതത്തിൽ അല്ലെ നമ്മുടെ ഹൃദയത്തിൽ അല്ലെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒന്നുകിൽ മായ കാണും, അതല്ലെങ്കിൽ ഭഗവാൻ കാണും. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഭഗവാനെ ആവാഹിച്ച് നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് കയറ്റണം. അപ്പോൾ ഒരിക്കലും അത് മായയുടെ ശക്തിക്ക് അധീനം ആകുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യണം? ഭഗവത് സ്മരണയ്ക്ക് വേണ്ടി കീർത്തനീയ സദാഹരി, ഭഗവാന്റെ നാമം എപ്പോഴും ഉച്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഭഗവാന്റെ സ്മരണ നമ്മളിൽ എപ്പോഴും. ഹരേ കൃഷ്ണ. അപ്പൊ ഭഗവാന്റെ സ്മരണ നമ്മളിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അല്ലെ? ഇപ്പൊ ഇവിടെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാല് ഭഗവാന്റെ സ്മരണ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? ഭഗവാൻ നിർഗുണനാണ്, അല്ലേ? അതായത് ഭഗവാൻ ത്രിഗുണങ്ങൾക്ക് അതീതനാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ആ ത്രിഗുണങ്ങൾക്ക് അതീതനായതുകൊണ്ട് അദ്ദേഹം തന്നെ സൃഷ്ടിച്ചത് ഈ ബ്രഹ്മാണ്ടം, അതിൽ ഭഗവാൻ ഉൾക്കൊണ്ടിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? ത്രിഗുണങ്ങളാൽ പ്രേരിതമാണ് ഭൗതിക ബ്രഹ്മാണ്ടം, അല്ലേ? അപ്പൊ അത് തന്നെ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. പക്ഷേ എല്ലാം ഭഗവാന് സമമാണ്, അല്ലേ? ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും സമരാണ്. ഭഗവാൻ ഭക്തനോട് പക്ഷാപാതം കാണിക്കുന്നു എന്ന് യുധിഷ്ഠിരൻ ഒരു പ്രാവശ്യം ചോദിക്കുന്നു നാരദ മുനിയോട്. പക്ഷെ യഥാർത്ഥത്തിൽ ഭഗവാൻ പക്ഷാഭേദമാണോ കാണിക്കുന്നത്? ഇപ്പൊ നമ്മൾ തന്നെ നോക്കി, നമ്മൾ ഓഫീസിൽ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് എല്ലാ നമ്മുടെ കൊളീഗ്സും അതുപോലെ തന്നെ നമ്മുടെ സുപ്പീരിയറും എല്ലാവരോടും നമ്മൾ സമമായിട്ടാണ് പെരുമാറുന്നത്. പക്ഷെ വീട്ടിൽ വന്നാൽ നമ്മൾ നമ്മുടെ പുത്ര കളത്രാദികളുടെ അവരുടെ എന്താ പറയുന്നത്, അവരുടെ നിയന്ത്രണത്തിലായി പോകും നമ്മൾ, അല്ലെ? അവരെന്ത് ചെയ്യുന്നു? ഇപ്പൊ ചില കുട്ടികളെ നമ്മൾ പുറത്തിൽ ഇരുത്തി ആന കളിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ കുടുംബത്തിൽ വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ വേറൊരു പ്രത്യേകത എന്ന് പറയുന്ന പോലെ ഭഗവാൻ എന്താണ്? ഭഗവാന് കർമ്മയോഗരായ എല്ലാ വ്യക്തികളോടും അതുപോലെ തന്നെ ബദ്ധാത്മാക്കളോടും എല്ലാ സൃഷ്ടികളോടും ഭഗവാൻ സമനാണ്. എന്നാൽ സ്വന്തം ഭക്തരോടോ ഭക്തപരാധീനനാണ് ഭഗവാൻ. അതായത് ഭക്തന്റെ നിയന്ത്രണത്തിലായിരിക്കും. അപ്പോ അതുകൊണ്ട് എന്താ പറയുന്നത്? അത് പരിശുദ്ധ പ്രേമത്തിന്റെ പ്രതിപ്രവർത്തനമാണ്. ഭഗവാനുള്ള പ്രേമം ഉള്ളിലുള്ളത് കൊണ്ടാണ് ആ പ്രേമത്താൽ ഭഗവാനെ നമ്മൾ ബന്ധിക്കുകയാണ്. അതായത് കുന്തി ദേവി ഭഗവാനെ ബന്ധിക്കുന്ന പോലെ, നകുലം ഭഗവാനെ ബന്ധിക്കുന്നത് പോലെ, യശോദമയ്യ ഭഗവാനെ ബന്ധിക്കുന്നത് പോലെ, അല്ലെ? ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അതായത് ഭക്തിയുടെ സേവനം കൊണ്ട് ഭക്തി ഉണ്ടാകുന്നു, ഭക്തിയാൽ ഭക്തിയുടെ സേവനം ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പൊ എല്ലാം അതിനോട് ചേർന്ന് കിടക്കുന്ന ഇഴകളാണ്. എല്ലാം ഭക്തിയോടെ കൂടെ മാത്രമേ ഭഗവാനിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഭഗവാനെ ഭക്തിയോടുകൂടി നമ്മൾ അടുക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? ഭക്തൻ ആദരപൂർവമായാണ് പ്രാർത്ഥന ചൊല്ലുന്നത്. ഭഗവാനോട് വളരെയധികം ആദരപൂർവ്വം ബഹുമാന പുരസ്സരമാണ് നമ്മൾ പ്രാർത്ഥനകൾ ഭഗവാനെ സമർപ്പിക്കുന്നത്. അതിനുശേഷം മാത്രമേ നമ്മൾ പരമപുരുഷന്റെ മുമ്പില് നമ്മളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുള്ളൂ, അല്ലേ? അപ്പൊ ഭഗവാനെ ആദ്യം ഭക്തി പുരസ്സരം പ്രേമത്തോടുകൂടി നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നതിന് ശേഷം നമ്മൾ നിർവ്യാജമായ പ്രാർത്ഥനയിൽ കൂടി മാത്രമേ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് വഴി കാണാൻ പറ്റുള്ളൂ, അല്ലേ? നമുക്കല്ല, ആ ഭഗവാൻ നമുക്ക് ചെയ്തത്. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യണ്ടേ?
നിർവ്യാജമായ പ്രാർത്ഥനയിൽ കൂടി ഭഗവാനെ എല്ലാം സ്വയം നമ്മൾ സമർപ്പിക്കണം, അല്ലെ? ഇനി 1:7 എന്താ പറയുന്നത്? ഭഗവാൻ അർജുനോട് എന്താ പറയുന്നത്? ഇവിടെ സൂതഗോസ്വാമി പറയുന്നു, ഇവിടെ യുദ്ധഭൂമിയിലാണ് ഈ ശ്ലോകം വരുന്നത്. അപ്പൊ അവിടെ അശ്വത്ഥാമാവ് എന്തു ചെയ്തു? ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞു. അപ്പോ ഒരു അശ്വത്ഥാമന് ആ ബ്രഹ്മാസ്ത്രം പിൻവലിക്കാനുള്ള കഴിവില്ല. ആ പിൻവലിക്കാനുള്ള കഴിവില്ലാത്ത സമയത്ത് ഇത്രയും എന്താ പറയുന്നത്, വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധം യാതൊരു വീണ്ടും വിചാരവും ഇല്ലാതാണ് അശ്വത്ഥാമ പ്രയോഗിച്ചിരിക്കുന്നത്. അശ്വത്ഥാമാവ് ഒരു ബ്രാഹ്മണനാണ്. ബ്രാഹ്മണരെ സംബന്ധിച്ചോളം ഭഗവാൻ പറയുന്നു, ബ്രാഹ്മണൻ ഭഗവാന് പ്രിയപ്പെട്ടവരാണ്, അല്ലേ? നമോ ബ്രാഹ്മണ ദേവായ ഗോബ്രാഹ്മണ ഹിതായ ജഗത് ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ. അതായത് പശുക്കളും ബ്രാഹ്മണരും ഭഗവാന് പ്രിയപ്പെട്ടവരാണ്. പക്ഷെ എന്നാൽ ആ ഒരു വീണ്ടും വിചാരം ഇല്ലാതെയാണ് അധാർമികമായിട്ട് നമ്മുടെ അശ്വത്ഥാമാവ് ഈ പറയുന്ന ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ബ്രഹ്മാസ്ത്രത്തെ പറ്റി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ ഇതിനകത്ത് വായിക്കുന്നുണ്ട്. അതായത് പ്രകൃതിദത്തമായ ഭൗതിക ആയുധങ്ങൾ നിരവധിയുണ്ട്, നമുക്കറിയാം. ഭൗതികമായിട്ടുള്ള ആയുധങ്ങളാണ് ഇന്ന് ആധുനിക യുഗത്തില് പ്രയോഗിക്കപ്പെടുന്നത്. അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് നമ്മൾ പറയുന്നതിനെ ഒന്ന് വിചാരിക്കാം. കാരണം അതെല്ലാം തന്നെ മഹാതത്വത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പൊ മഹാതത്വം നമുക്കറിയാമല്ലോ, അതിന് 24 മൂലകങ്ങളുള്ള തത്വമാണ് മഹാതത്വം എന്ന് പറയും. ഈ മഹാതത്വത്തെ ആശ്രയിച്ചാണ് ഇന്നത്തെ എല്ലാ പറയുന്ന ഭൗതിക അസ്ത്രങ്ങളും നിലനിൽക്കുന്നത്. ഇന്നത്തെ ആധുനിക കാലത്തുള്ള എല്ലാ ആയുധങ്ങളും തന്നെ പഞ്ചമഹാഭൂതങ്ങളാണ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെ? പഞ്ചമഹാഭൂതങ്ങളുടെ ഒന്നുകിൽ അതിന്റെ സമ്മിശ്രണത്താലോ അതല്ലെങ്കിൽ ആ മൂലകങ്ങളെ വിഘടിപ്പിക്കുന്നത് കൊണ്ട്. അപ്പൊ സമ്മിശ്രം കൊണ്ട് അത് ഒന്നുകിൽ അതിന്റെ ഊർജത്തെ നമ്മൾ ഊർജത്തെ നമ്മൾ വെളിയിൽ കൊണ്ടുവരിക, അതല്ലെങ്കിൽ വിഘടിപ്പിച്ചുകൊണ്ട് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ മൂലങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജങ്ങളെ നമ്മൾ പുറത്തു കൊണ്ടുവരുന്നു. അതാണ് നമ്മൾ ഇന്നുണ്ടാവുന്ന എല്ലാ ആയുധങ്ങളുടെയും തത്വം അതാണ്. എന്നാൽ പുരാണങ്ങളിലോ പറഞ്ഞിട്ടുള്ളത് ആയുധങ്ങൾ ഉണ്ടാക്കിയത് സ്ഥൂല പദാർത്ഥങ്ങൾ കൊണ്ടല്ല. അതായി പറയുന്ന സ്ഥൂല പദാർത്ഥങ്ങളെ പഞ്ചമഹാഭൂതങ്ങൾ കൊണ്ടല്ല ആയുധങ്ങൾ പുരാണത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലടങ്ങിയിരിക്കുന്ന സൂക്ഷ്മശക്തിയിലെ ഭഗവത് ശക്തി അതിനടങ്ങി, അതായത് ഓരോ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മശക്തി ഉണ്ട്, അത് ഭഗവാന്റെ ശക്തിയാണ്. ആ ശക്തിയെ മന്ത്രത്താലാണ് ആഗിരണം ചെയ്ത് പ്രയോഗിക്കുന്നത്. ഇപ്പൊ മന്ത്രത്താൽ ആഗിരണം ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം? ആ മന്ത്രം ഉച്ചരിക്കാനും ആ മന്ത്രത്തെ കൂടി ശക്തിയെ ആഗിരണം ചെയ്യാനുമുള്ള യോഗ്യത ഈ പറയുന്ന അസ്ത്ര പ്രയോഗിക്കുന്ന ഒരാളിന് ഉണ്ടായിരിക്കണം, അല്ലേ? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. മൈക്ക് മ്യൂട്ട് ചെയ്യണേ, ഭയങ്കര ഡിസ്റ്റർബൻസ്. ഭൗതികമുള്ള ആയുധങ്ങളുടെ വ്യത്യാസം എന്താണ്? ഭൗതികമായിട്ടുള്ള ആയുധങ്ങളുടെ, അതായത് പഞ്ചമഹാഭൂതങ്ങൾ ഉണ്ടാക്കുന്ന ആയുധത്തെ നമുക്ക് പിൻവലിക്കാൻ പറ്റില്ല. ഒരു പ്രാവശ്യം തൊടുത്തിട്ട് കഴിഞ്ഞാൽ അതിനെ പിൻവലിക്കാൻ, അത് നാശം വിതയ്ക്കത്തേ ഉള്ളൂ. പിന്നെ അതിനെ ആകാശത്ത് വെച്ച് തന്നെ തീർക്കുന്ന പാട്രിയാക് മിസൈൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ആധികാരികത്വം നമുക്ക് അത് മനസ്സിലാകുന്നുണ്ട്. കാരണം ഇസ്രായേലില് അതുപോലെ തന്നെ ഈ പറയുന്ന ഹമാസുമായിട്ടുള്ള അല്ലെങ്കിൽ ഹൂതിയുമായിട്ടുള്ള യുദ്ധത്തില് പല മിസൈലും ഇസ്രായേലിൽ വീണിട്ടുണ്ട്. കാരണം അവർക്ക് ഈ പറയുന്ന എയർ ഡിഫൻസ് ഉണ്ടായിട്ട് കൂടി ആ മിസൈല് അവിടെ പതിക്കുകയുണ്ടായി, അല്ലേ? അപ്പൊ അത് പൂർണ്ണമായിട്ട് എന്താ പറയുക, വിജയിച്ചില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. എന്നാൽ സൂക്ഷ്മ ശക്തി സ്രോതസ്സിൽ നിന്നും മന്ത്രശക്തിയാൽ ആഗിരണം ചെയ്ത് പ്രയോഗിക്കുന്ന ആയുധങ്ങൾ മന്ത്രശക്തിയാൽ തന്നെ നമുക്കതിനെ പിൻവലിക്കാം, അല്ലേ? മന്ത്രശക്തിയാൽ നമുക്ക് പക്ഷെ അതിനെ നിർവീര്യമാക്കാൻ പറ്റുന്ന തരത്തില് പ്രതിപ്രവർത്തനത്താൽ നിഷ്പ്രഭമാക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ നമ്മളൊരു മന്ത്രം ചൊല്ലി അതിനെ തൊടുത്തുവിട്ട് കഴിയുമ്പോൾ അതിന്റെ പ്രതിപ്രവർത്തനം ഇല്ലാതാക്കാനായിട്ട്
പ്രതിപ്രവർത്തന മന്ത്രമാണ് അത് ഉച്ചരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതായത് ആ അസ്ത്രത്തെ പ്രതിരോധിക്കാനുള്ള മറ്റൊരു അസ്ത്രം, ബ്രഹ്മാസ്ത്രമാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത് എന്നാണ് ഇവിടെ ഭഗവാൻ ഉദ്ദേശിച്ചത്, അർജുനോട് പറയുന്നത്. അതിന്റെ ശക്തിയെ തടുക്കാൻ പറ്റിയ ബ്രഹ്മാസ്ത്രം നീ ഇരിക്കുന്നു. ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാല് ബദ്ധനായ മനുഷ്യൻ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിച്ച് ഭൂലോകത്തെ അപകടത്തിലേക്ക് എത്തിക്കാനേ കഴിയുള്ളൂ. അതായത് ബദ്ധനായ ജീവാത്മാവിന്റെ അജ്ഞത കൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ ഭൗതിക പ്രപഞ്ചം തന്നെ അപകടത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ആയുധങ്ങളാണ് ഇന്ന് രാഷ്ട്രങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കാരണം എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത്? ഓരോ രാജ്യത്തിലുള്ള ഭരണാധികാരികളുടെ ഭയം കൊണ്ടാണ് പുതിയ പുതിയ ആയുധങ്ങൾ കണ്ടുപിടിച്ചിട്ട് ശേഖരിച്ചു വെക്കുന്നത്. അതുപോലെ തന്നെയാണ് മരണഭയം കൊണ്ടാണ് ബദ്ധനായ അശ്വത്ഥാത്മാവ് തൻ്റെ എന്താ പറയുന്നത്, അസ്തിത്വത്തിന് അപകടമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം, നിലനിൽപ്പിനെ ഭയന്നുകൊണ്ടാണ് അദ്ദേഹം ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചത്. അപ്പൊ അധാർമികമായാണ് ആയുധം പ്രയോഗിച്ചത് എന്ന് നമുക്ക് ഇതിനകത്ത് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ബ്രാഹ്മണൻ ഒരിക്കലും അധർമ്മത്തിന് കൂട്ടു നൽകുകയോ അധർമ്മം ചെയ്യുകയോ ചെയ്യാൻ പാടില്ലെന്നാണ് ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. കാരണം അവർ കൃഷ്ണന് പ്രിയപ്പെട്ടവരാണ്, അവര് ശരിക്കും ഭഗവാന്റെ ഭക്തരാണ്. പക്ഷെ അങ്ങനെ ഉള്ളവർ ഒരിക്കലും അധർമ്മത്തിന് കൂട്ടു നിൽക്കുകയോ അധർമ്മം പ്രവർത്തിക്കുകയോ ചെയ്യില്ല, ഇല്ലേ? ഇവിടെ ആ ആപ്തവാക്യം പോലും ഓർക്കാതെയാണ് അശ്വത്ഥാത്മാവ് അധാർമികമായ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചത്. ആയതിനാല് ഭഗവാനാൽ ശിക്ഷിക്കപ്പെടാൻ ഈ പറയുന്ന വ്യക്തി അർഹനാണ്. ആര്? അശ്വത്ഥാത്മാവ്. ബ്രഹ്മാസ്ത്രത്തിന് പകരം പ്രതിക്രിയ ബ്രഹ്മാസ്ത്രം മാത്രമേ വഴിയുള്ളെന്ന് അർജുനൻ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? അങ്ങനെ അതിനെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചുള്ള ഇപ്പൊ ഈ കലിയുഗത്തിൽ എന്താ പറയുന്നത്? അതായത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന, അല്ലെ നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന ബ്രഹ്മാസ്ത്രം ഇപ്പൊ എന്തുവാണ്? ത്രൈഗുണ്യ വിഷയങ്ങളാൽ നമുക്ക് വന്നു ചേരുന്ന താപത്രയങ്ങളാണ് നമുക്കെതിരെ വരുന്ന ബ്രഹ്മാസ്ത്രങ്ങൾ. അത് നമുക്ക് എങ്ങനെ തടയാൻ പറ്റും? ഭഗവാന്റെ നാമസങ്കീർത്തനം കൊണ്ട് നമുക്ക് അതിനെ തടയാം, ഇല്ലേ? അതാണ് പ്രതിപ്രവർത്തന ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചോളം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന ബ്രഹ്മാസ്ത്രം കൊണ്ടാണ് നമ്മൾ താപത്രങ്ങളെ തടയേണ്ടതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇവിടെ വേറൊരു വിഷയം കൂടെ പറയുന്നുണ്ട്. അതായത് ഭഗവാന്റെ പൂർണ്ണമായിട്ട് ഭഗവാൻ പറയുന്നു ഈ ബ്രഹ്മാസ്ത്രം നീ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞിട്ടും അവിടെ ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിച്ചുകൊണ്ട് ഭഗവാനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടാണ് ജലത്തെ സ്പർശിച്ചത്. ആര്? അർജുനൻ. ജലത്തെ സ്പർശിച്ചുകൊണ്ടാണ് പ്രതിപ്രവർത്തന ബ്രഹ്മാസ്ത്രം തൊടുത്തുവിടാനാണ് അർജുനൻ തുനിഞ്ഞത്. ഇപ്പൊ ഇവിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ശരണാഗതിയാണ്. ഇപ്പൊ ശരണാഗതി അടഞ്ഞ ഭക്തന് അല്ലെങ്കിൽ അർജുന് വേണ്ടി ഭഗവാൻ എല്ലാവിധ സഹായങ്ങളും ചെയ്യാൻ തയ്യാറായി നിൽക്കുക, അല്ലേ? അപ്പൊ എങ്ങനെ ഇവിടെ ആപത്ഘട്ടങ്ങളില് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാനായിട്ട് ഉള്ള ബുദ്ധി ഉപദേശിച്ചു, അതായത് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ആ ബുദ്ധി ഉപയോഗിച്ചു കൊടുക്കണമെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് ഭഗവാനെ പ്രാപിക്കും. ഇവിടെ നമ്മൾ ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ജീവിതം, അതായത് നമ്മളിപ്പോ എവിടെയാണ് കിടക്കുന്നത്? നമ്മുടെ ബദ്ധമായ ജീവാത്മാവ് എവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞു തുടങ്ങിയാല് ഈ പറയുന്ന മായയുടെ ആ സാഗരത്തിലാണ് നമ്മുടെ ജീവാത്മാവ് കിടക്കുന്നത്, അല്ലെ? ബദ്ധരായതുകൊണ്ടാണ് അങ്ങനെ, കണ്ടീഷണൽ സോളാണ്. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന 3 താപത്രയങ്ങളുണ്ട്, 4 കുറവുകളുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുന്നത്
ഹരേ കൃഷ്ണ പ്രഭു കേൾക്കുന്നില്ല. പ്രഭു കട്ടായി പോയെന്ന് തോന്നുന്നു അല്ലേ? കേൾക്കാമോ മറ്റുള്ളവർക്ക്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, ഇവിടെ നെറ്റിൽ ചെറിയ ഇടയ്ക്കിടയ്ക്ക് വിഷയം. അപ്പൊ ഈ പറയുന്ന മഹാസാഗരത്തെ, മായയുടെ മഹാസാഗരത്തിൽ ഉഴന്നു കിടക്കുന്ന നമ്മള് ആ വരുന്ന കൊടുങ്കാറ്റുകളിലും വകഞ്ഞു മാറ്റിക്കൊണ്ട് മുമ്പോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് ഭഗവാനിൽ പൂർണ്ണമായിട്ട് ശരണാഗതി പ്രാപിക്കും. ഭഗവാനിൽ പൂർണ്ണമായിട്ട് ശരണാഗതി പ്രാപിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട്, നമ്മളെ ഇവിടുന്ന് ശരിക്കുള്ള വഴികാട്ടിയായി മഹാഗുരുദേവനെ നമ്മളിടത്തേക്ക് അയക്കുന്നുണ്ട്. അപ്പൊ ആ മഹാഗുരുദേവനാണ് നമ്മുടെ ഏറ്റവും വലിയ സുരക്ഷിതമായിട്ടുള്ള കപ്പിത്താനായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബോട്ടിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ മഹാസാഗരത്തെ മറികടക്കേണ്ടത്. അങ്ങനെ മറികടന്നതിന് ശേഷമാണ് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തെയും ഭഗവാനെയും അതുപോലെ തന്നെ നമ്മുടെ മഹാഗുരുവിനെയും നമ്മൾ പൂർണ്ണമായിട്ട് ശരണം പ്രാപിച്ചിട്ട് വേണം മുന്നോട്ട് നീങ്ങാനായിട്ട്. അദ്ദേഹം സമയാസമയങ്ങളിൽ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾ ശരിക്കും നമ്മൾ ഹൃദയസ്ഥമാക്കിക്കൊണ്ട് അദ്ദേഹം കാണിക്കുന്ന വഴിയിലൂടെ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കൂ എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, സമയമുണ്ട്. ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. നന്ദി പ്രഭുജി, വളരെ നന്ദി. നന്ദി പ്രഭുജി. പ്രണാം പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭുജി. ഇവരെ ആർക്കും സംശയങ്ങളില്ല? അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം പ്രഭുജി. ശരി പ്രഭുജി. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞെടുത്തു. കൃഷ്ണകൃപയാൽ ഭഗവാന്റെയും ഭക്തന്മാരുടെയും കാരുണ്യം കൊണ്ടാണ് നമുക്ക് രാവിലെ ഈ ശ്രീമദ് ഭാഗവതം ക്ലാസ് കേൾക്കാനുള്ള മഹാഭാഗ്യം തന്നിരിക്കുന്നത്. ഒരുപാട് നല്ല ഡിവോട്ടീസിന്റെ ക്ലാസ് ആണ് നമുക്ക് മാറി മാറി കിട്ടുന്നത്. പ്രഭുവിനെ പോലുള്ള ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒക്കെ ഉള്ള ഒരുപാട് ഡിവോട്ടീസിന്റെ സത്സംഗം കിട്ടാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഭാഗവതം കേൾക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ഭക്തന്മാരോട് റിക്വസ്റ്റ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാല്, ഇതിന്റെ ലിങ്ക് നമുക്കൊക്കെ അറിയാവുന്ന നമ്മൾ പ്രീച്ച് ചെയ്യുന്ന ഓരോ ഭക്തന്മാർക്കും ഭക്തജനങ്ങൾക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ട് മോർണിംഗ് ഭാഗവതം ക്ലാസ്സിന് നമ്മൾ എല്ലാവരും ക്ഷണിക്കേണ്ടതാണ്. ഓരോ ഡിവോട്ടീസും ഓരോ പുതിയ ഡിവോട്ടീസിനെ നമുക്ക് ഈ സത്സംഗത്തിലേക്ക് വരുവാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ലൊരു പ്രീച്ചിങ് പ്രോഗ്രാമായി മാറുന്നതാണ്. അപ്പൊ ആൾറെഡി ഇതേപോലത്തെ ഭക്തന്മാര് റെഗുലറായിട്ട് ക്ലാസ് എടുക്കുന്നതിനെ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ പേഴ്സണൽ പ്രീച്ചിങ്ങിന്റെ ആൾക്കാർക്ക് ഇൻവിറ്റേഷൻ മെസ്സേജ് അയച്ച് അവരെ ഇൻവൈറ്റ് ചെയ്യുകയും അവർ വരുന്നുണ്ടോ എന്ന് നോക്കി അവരെ കെയർ ചെയ്യുകയും ചെയ്താൽ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരുപാട് പേർക്ക് അവരവരുടെ പ്രീച്ചിങ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് ഈ ഒരു അവസരം എല്ലാ ഭക്തന്മാരും പ്രയോജനപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതിന്റെ കൂടെ ഇപ്പൊ ശ്രീമദ് ഭാഗവതമാകുമ്പോൾ ആൾറെഡി ബാക്ക്ഗ്രൗണ്ട് ഡിവോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ഇത് ശരിക്കും ദഹിക്കത്തുള്ളൂ. പുതിയ ആൾക്കാരായിട്ട് വരുന്നവർക്ക് ശ്രീമദ് ഭാഗവതം ചിലപ്പോൾ നേരിട്ട് ദഹിച്ചെന്ന് വരത്തില്ല. അതുപോലെ തന്നെ വൈകുന്നേരം നമുക്ക് നടക്കുന്ന ചൈതന്യ ചരണാമൃതവും ഫലത്തിൽ അത് ഡിവോട്ടി പ്രോഗ്രാമാണ്. ഭക്തന്മാർക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ഉയരാൻ വേണ്ടിയുള്ള ഗംഭീര പ്രോഗ്രാമാണ് ഈ രണ്ട് പ്രോഗ്രാം. പക്ഷേ ഒരുപാട് ഡിവോട്ടീസ് പുതിയ ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി നമുക്കൊരു ഭഗവത്ഗീത പ്രോഗ്രാം, ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു ഭഗവത്ഗീത പ്രോഗ്രാം കൂടി നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനൊരു ടൈം സ്ലോട്ട് നമുക്ക് നിർണ്ണയിക്കേണ്ടതാണ്. അപ്പൊ അത് കൺഫേം ആയിട്ടില്ല. പല അഭിപ്രായങ്ങളുണ്ട്. രാവിലെ ആൾറെഡി ഭാഗവതം ഉള്ളത് കൊണ്ട് വൈകുന്നേരത്തെ ഈ ചൈതന്യ ചരിതാമൃതമുണ്ട് രാത്രി പ്രോഗ്രാമിലേക്ക് ഭഗവത്ഗീത മാറ്റാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭഗവത്ഗീത പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും പ്രീച്ച് ചെയ്യുന്ന പുതിയ പുതിയ ആൾക്കാർക്ക് പറ്റിയ ഒരു പ്രോഗ്രാമായി മാറും. മാത്രമല്ല ഇപ്പൊ ക്ലാസ് എടുക്കാൻ ഒരുപാട് ഡിവോട്ടീസ് മുന്നോട്ട് വന്നിട്ടുണ്ട്.
ഇതിനു മുമ്പ് ഒരു അനൗൺസ്മെന്റിൽ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു, ക്ലാസ് എടുക്കാൻ ആളില്ല, എല്ലാ ഭക്തജനങ്ങളും മുന്നോട്ട് വരണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോ ഭഗവാന്റെ കൃപ കൊണ്ട് ഒരുപാട് ഡിവോട്ടീസ് നമുക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട് ക്ലാസ് എടുക്കാൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എല്ലാരെയും ഒരു മാസത്തില് ഒരു ക്ലാസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോ പൊട്ടൻഷ്യൽ ഡിവോട്ടീസ് ആണ്. അപ്പൊ അവരുടെയൊക്കെ സേവനം നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഒരു ഭഗവത്ഗീത ക്ലാസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്താൽ നന്നായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ഭഗവത്ഗീത ക്ലാസിന്റെ ഒരു ടൈം സ്ലോട്ട് നമ്മൾ ഉടനെ തീരുമാനിക്കേണ്ടതുണ്ട്. അതിൽ നമ്മുടെ ഓരോരുത്തരും ചെയ്യുന്ന പുതിയ ആൾക്കാരെ നമ്മൾ അവരെ ആത്മാർത്ഥമായി ഇൻവൈറ്റ് ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഭക്തജനങ്ങളോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. വളരെ ഗംഭീരമായ മനോഹരമായ ക്ലാസ്സിൽ നന്ദി പ്രഭുജി. ഹരേ दंडवत प्रणाम प्रभु। ഹരേ കൃഷ്ണ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാവും സംശയമൊന്നുമില്ലെങ്കിൽ. ശരി പ്രഭുജി. നന്ദി പ്രഭുജി. വളരെ നന്ദി. ദണ്ഡവത് പ്രണാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഇതിന്റെ ഭാഗവതം പറയുന്ന ദിവസമില്ല, അതൊന്ന് ക്രീം ഷോട്ട് ഇട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് നോക്കിയിട്ട് പ്രഭു ചൊല്ലുന്ന സമയത്ത് ഞങ്ങൾക്ക് അത് നോക്കാമായിരുന്നു. കാരണം എല്ലാവരുടെ ഭാഗവതം ഇല്ല പ്രഭു. കാരണം ഭാഗവതം ഇത്തിരി കോസ്റ്റ്ലി അല്ല, അത് കാരണം ഭാഗവതം ഇല്ല. ഭഗവത്ഗീത ഉണ്ട്, ചെറിയ ബുക്കുകളൊക്കെ ഉണ്ട്, പക്ഷെ ഭാഗവതം ഇല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അത് സ്ക്രീൻഷോട്ട്, അതായത് സോഫ്റ്റ് കോപ്പി പ്രഭുവിന്റെ ഉണ്ടെന്ന് തോന്നുന്നു, നമ്മുടെ കഥാമൃത പ്രഭുവിലുണ്ട്. നമുക്ക് അത് ഓരോ പ്രാവശ്യം എടുക്കുന്നത് അതാത് ഉള്ളത് ഇട്ട് തന്നാലും മതി. സ്ക്രീൻ ചെയ്യാൻ ആദ്യം നമുക്ക് വാട്സപ്പില് നമ്മളെ ലിങ്ക് അയക്കുന്നതിന്റെ കൂടെ ആ ശ്ലോകത്തിന്റെ ഫോട്ടോ കോപ്പി കൂടെ ഇടാനുള്ള സംവിധാനം ചെയ്യാൻ ആവശ്യം. വാട്സപ്പിൽ. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ദണ്ഡ പ്രണാം. ഹലോ സാർ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരി പോലെ എല്ലാവർക്കും ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്ന് ഏകാദശിയുടെ ആണ്. അപ്പൊ ഏകാദശി ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ഏകാദശിയിൽ ഉപവാസം എന്ന് പറഞ്ഞാൽ ഭഗവാനോട് അടുത്തിരിക്കുക എന്നുള്ളതാണ്. ഭഗവാന്റെ കീർത്തനം, അതുപോലെ തന്നെ ഭഗവത് ഭക്തരുമായിട്ടുള്ള സാമീപ്യം കൂടുതലും നേടിയെടുക്കാനായിട്ട് നോക്കണം ഇന്നത്തെ. അതായത് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഏകാദശിയുടെ പുണ്യങ്ങൾ നമുക്ക് വന്നു ചേരും. ഹരേ കൃഷ്ണ. അതുണ്ടോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം തത്സത്. ജയ ജയ.